ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് രാജു. ഞാൻ ഖത്തറിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഇവിടെയായിട്ട് 6 വർഷം കഴിയുന്നു. ഞാൻ വിവാഹിതനാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് 26 വയസ്സും എൻ്റെ ഭാര്യ ബീനയ്ക്ക് 23 വയസ്സുമുണ്ട്. എൻ്റെ ഭാര്യ മുറുത്തു തൊടുത്ത ഒരു സുന്ദരിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയും ബീനയെ കണ്ടാൽ കാവ്യമാധവനെ പോലെ ഇരിക്കുമെന്ന്. ശരിയാണ് കേട്ടോ. അവളുടെ എല്ലാ അവയവങ്ങളും എല്ലാവരും ഒരു കാവ്യമാധവനെ പോലെ തന്നെയാണ്. ഏത് പുരുഷനെയും ഒന്ന് കൊതിപ്പിക്കും. എനിക്ക് അവളെ തുണിയില്ലാതെ നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ മനസ്സിൽ കാവ്യമാധവൻ വന്നു നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഞാൻ അവളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവളോട് പറയാറുണ്ട്, വല്ല അറബികളുടെയും കണ്ണിൽ പെടാതെ നോക്കണമെന്ന്. അവളെ ആണുങ്ങൾ കണ്ണുകൊണ്ട് കുത്തി വലിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവളും അതിൽ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. കാരണം അവൾക്കും അറിയാം അവളെ കാണാൻ വലിയ കുഴപ്പമില്ലെന്ന്. എന്തായാലും അവളെ കെട്ടിയത് മുതൽ എൻ്റെ കണ്ണിന് ഒരു റെസ്റ്റുമില്ല. അവൾക്കും എല്ലാ സംഭവത്തിലും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഞങ്ങളുടെ വില്ലയുടെ ഓണർ അറബി വന്ന് വാടക ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവൾ അയാളോട് പറഞ്ഞു ഞാൻ പുറത്ത് പോയിരിക്കുകയാണ് എന്ന്. അയാൾ അവളോട് പറഞ്ഞു അത് കുഴപ്പമില്ല, അയാൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നോളാം എന്ന്. ഞാൻ വന്നപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഇതാണ് നിന്റെ ഭാര്യ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനൊന്ന് വിളറി. അയാൾ എന്നോട് പറഞ്ഞു, കുടിക്കാൻ ഇത്തിരി വെള്ളം തരൂ. ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നീ ഭാര്യയോട് പറയേ, അവൾ കൊണ്ടുവരും. എൻ്റെ മനസ്സിൽ വെള്ളിടി വെട്ടി. ഇയാൾ ഇപ്പോൾ തന്നെ അവളെ കയറി ചെയ്യുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ വീണയെ സ്വരം താഴ്ത്തി വിളിച്ചു പറഞ്ഞു, ഇത്തിരി വെള്ളം കൊണ്ടുവരാൻ. അവൾ വെള്ളവുമായിട്ട് വന്നപ്പോൾ ഞാനത് വാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ ആർബി പറഞ്ഞു, അവൾ തന്നെ എൻ്റെ കയ്യിൽ തരട്ടെ. അയാളുടെ കണ്ണുകൾ അവളുടെ തുറിച്ചു നിൽക്കുന്ന ഭാഗത്തെല്ലാം പരത്തുന്നുണ്ടായിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് പോയി. അവൾ സാരിയാണ് ഉടുത്തിരുന്നത്. അയാൾക്ക് വെള്ളം കൊടുത്തപ്പോൾ അയാൾ അറിയാത്ത ഭാവത്തിൽ അവളുടെ കയ്യിൽ തൊടുകയും ചെയ്തു. അവൾ തിരിച്ചു നടന്നപ്പോൾ അയാൾ അവളുടെ ബാഗ് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഒരു സുന്ദരിയാണ് കേട്ടോ. അതിനുശേഷം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ അല്പം നേരം കൂടി ഇരിക്കുകയാണ്. നമ്മുടെ പയ്യന് പൈസ പിരിക്കാൻ പോയിരിക്കുകയാണ്. അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നു. ഒരു സുഡാനി, നല്ലവണ്ണം കറുത്ത ഒരു മനുഷ്യൻ, ഒത്ത ഒരു മനുഷ്യൻ. ഒരു 30 അല്ലെങ്കിൽ 32 വയസ്സ് വരും. എന്താ അയാളുടെ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ്! അയാൾ കണ്ടതും എൻ്റെ ബീനയ്ക്ക് എന്തൊക്കെയോ മനസ്സിൽ കൂടി പോയി. അവൾ അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു. ആ അറബി ആ സുഡാനിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ എന്നോട് പറഞ്ഞോളും. അയാളുടെ പേര് അബ്ബാസ് എന്നാണ്. പിന്നെ അവർ പോയി. അന്ന് രാത്രി ബീന എന്നോട് പറഞ്ഞു, ആ അബ്ബാസിന്റെ ബോഡി കണ്ടോ, എന്തൊരു ശരീരമാണത്? ഞാൻ ചോദിച്ചു. അതൊക്കെ നോക്കിയോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കാണും. അബ്ബാസ് കുറെ പഠിക്കാനുമായി വന്നു. പെയിന്റിംഗ് ആണ് ലക്ഷ്യം. അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അവന്റെ ലക്ഷ്യം എൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലായി. അവൾക്കും അവൻ വരുന്നത് വലിയ താല്പര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അറബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ എൻ്റെ വില്ലയിലേക്ക് വരുന്നുണ്ട് എന്ന്. എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ ഉണ്ടാകണമെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ദിവസം ഞാൻ അയാളെ കാത്തു നിന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളും അബ്ബാസും കൂടി വന്നു. അകത്ത് കയറി ഇരുന്ന് സംസാരിച്ചു. അയാൾ പറഞ്ഞത് ഇതായിരുന്നു, എനിക്ക് നിന്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടു. അവളെ എനിക്കൊന്ന് ചെയ്യണം. ഒരേ ഒരു പ്രാവശ്യം തന്നാൽ മതി. പകരം നിനക്ക് ഞാൻ ഈ വലിയ താമസം ഫ്രീ ആക്കി തരാം. നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ തുടരാം. പോരാത്തതിന് നിനക്ക് നല്ല ശമ്പളത്തിന് ജോലിയും തരാം. എനിക്ക് കുറേ വില്ലകളും ഫ്ലാറ്റുകളും ഉണ്ട്. അതെല്ലാം നീ നോക്കി നടത്തണം. സമ്മതിച്ചു? നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ വാതിൽക്കൽ മറഞ്ഞു നിന്നും വീട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവൾ ഇന്ന് എന്നെ ചീത്ത വിളിച്ച് കൊല്ലുമെന്ന്. ഞാൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അവൾ എന്നെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയിട്ട് പറഞ്ഞു, നമുക്ക് നമ്മൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് സാമ്പത്തികമായി. ഇത് നല്ലൊരു അവസരമാണ്, കളയാതെ നോക്കണം.
അപ്പോൾ നിന്റെ കാര്യമോ, നിന്നെ അയാൾക്ക് കൊടുക്കണ്ടേ? എനിക്കതും വയ്യ, ഞാൻ പറഞ്ഞു. അത് സാരമില്ല ചേട്ടാ, കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, ചേട്ടനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അവൾ എന്നെ സമാധാനിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞത് ഞാൻ പതുക്കെ ഹാളിലേക്ക് വന്നു. അപ്പോൾ അറബി എന്നോട് ചോദിച്ചു, "നീ എന്ത് തീരുമാനിച്ചു?" ഞാൻ മനസ്സില്ല മനസ്സിലാക്കി സമ്മതം മൂളി. അയാൾ ഉടനെ അബ്ബാസിനോട് പറഞ്ഞു, "പേപ്പർ എടുത്തിട്ട് വരാൻ." അയാൾ പറഞ്ഞതുപോലെ ആ പേപ്പറിൽ എഴുതി എനിക്ക് തന്നു. മാസാമാസമുള്ള ശമ്പളത്തിന്റെ കോളത്തിൽ എഴുതിയ തുക കണ്ട് ഞാൻ ഞെട്ടി. എന്നെപ്പോലുള്ള സാധാരണക്കാരന് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു ആ തുക. എല്ലാം കഴിഞ്ഞപ്പോൾ ആ അറബി എന്നോട് പറഞ്ഞു, "ഇനി നീയും ഇവിടെ വേണം. പോയി നിന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരൂ. ഞാനൊന്ന് കാണട്ടെ." ഞാൻ അകത്തേക്ക് പോയി പേപ്പർ ബീനിയെ കാണിച്ചു. അവളും ഞെട്ടി. ഞാൻ അവളെയും കൂട്ടി പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും ആ കഫീലിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. അതായത് അവൾ ആ ചെന്നായിയുടെ വായിൽ വെള്ളമൂറി. അങ്ങനെ ഞാൻ അവളെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, "നീ എവിടെ പോകുന്നു? നീയും ഇവിടെ വേണം. നീ അവളുടെ ഡ്രസ്സ് അയക്ക്. അബ്ബാസെ, നീയും നിന്റെ ഡ്രസ്സും അയക്ക്." എന്നിട്ട് എന്നോട് പറഞ്ഞു, "നീയും അയക്കണം." അങ്ങനെ അറബിയും അറബിയുടെ ഡ്രസ്സും അയച്ചു. ഞങ്ങൾ 3 പേരും ഡ്രസ്സ് അയച്ചു. അവളോടും അയക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത്, അറബിക്ക് മാത്രമല്ല, അറബിയും അബ്ബാസും ഞാനും, ഞങ്ങൾ 3 പേരും കൂടി എൻ്റെ ഭാര്യയെ ചെയ്യണം. അതാണ് അറബിയുടെ ആവശ്യം. അത് കേട്ടെന്ന് ഒരു നിമിഷം ഞാൻ പകച്ചുപോയി. ഇവരുടെ മുന്നിൽ നിന്ന് ഞാൻ ഭാര്യയെ, അതും എൻ്റെ ഭാര്യ എൻ്റെ മുന്നിൽ നിന്ന് ഇവരെയും, ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ അവിടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു അരങ്ങേറ്റം തന്നെയായിരുന്നു ഞങ്ങൾ 3 പേരുടെയും. അവൾക്കതിൽ ഒരു സങ്കടവുമില്ലായിരുന്നു. അവൾ അതുകൊണ്ട് ഉല്ലസിക്കുകയായിരുന്നു. അവൾ സുഖം കൊണ്ട് പുളയുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 ആളുടെയും കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും അവർ അവളോടും അവനോടും നന്ദി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഞാനും കുളിച്ച് തിരിച്ചു വന്നു. കാരണം പാവം ഭാര്യ എനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും സഹിച്ചത്. അതൊരിക്കലും മറക്കാൻ പാടില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഭാര്യയുടെ എല്ലാ ആവശ്യങ്ങളും കണ്ട് നിറവേറ്റി കൊടുക്കുകയായിരുന്നു. അവൾ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത്. പിന്നെ അറബി ഒരിക്കലും അങ്ങോട്ട് വന്നിട്ടില്ല. എന്നോട് പറഞ്ഞ പോലെ ആ ഒരു തവണ മാത്രമാണ് അങ്ങോട്ട് വന്നത്. കാരണം അറബിക്ക് ഒരു തവണ ഒരു പെണ്ണിനെ പറ്റുകയുള്ളൂ. പക്ഷേ അബ്ബാസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെയും അവളെയും നോക്കി ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, "എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഭാര്യയെ. എനിക്ക് ഒരു തവണയും കൂടി വേണമെന്നുണ്ടായിരുന്നു." പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അവള് പറഞ്ഞു, "സാരമില്ലേക്കും, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അങ്ങ് ചെയ്തു കൊടുക്കാമെന്ന്." അങ്ങനെ അവളും അവനും ഇടയ്ക്കിടയ്ക്ക് ഓരോ കളി വീതം പാസ്സാക്കുമായിരുന്നു. ചിലപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് കളിക്കുമ്പോൾ ഞാനും അറിയാതെ ആ കളിയിൽ ഉൾപ്പെടും. അങ്ങനെ ഞങ്ങളുടെ നാളുകൾ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറി. പിന്നെ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ജീവിക്കുന്നു. നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.